പ്രസിദ്ധീകരിച്ച് 10 മാസത്തിനുള്ളിൽ 9 പുരസ്കാരങ്ങൾ നേടിയ പെരുമലയൻ നോവലിനെ കുറിച്ചുള്ള പുസ്തക ചർച്ച വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ചടങ്ങിൽ പാരമ്പര്യ വൈദ്യൻ കൂടിയായ നോവലിസ്റ്റ് കെ.വി. ജനാർദ്ദനനെ ആദരവ് നൽകി. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. പ്രസിദ്ധീകരിച്ച് 10 മാസത്തിനുള്ളിൽ 2 പതിപ്പുകൾ ഇറങ്ങുകയും 9 പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത പെരുമലയൻ എന്ന നോവലിനെ കുറിച്ചുള്ള പുസ്തക ചർച്ച വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ടി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രശാന്തി പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ.പി. മോഹനൻ, ഡോക്ടർ ഖദീജ മുംതാസ്, ഡോക്ടർ കെ.എം. ഭരതൻ തുടങ്ങിയവർ നോവലിനെ ആസ്പദമാക്കി ചർച്ചയിൽ പങ്കെടുത്തു. എൻ.കെ. ജോസ് പറയുന്നത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറിയവരാണ് ഇന്നത്തെ ഇവിടെ കേരളത്തിലുള്ള ദ്രവീഡിയരും അതേപോലെ ഈ സിന്ധു നദീതടത്തിലുണ്ടായിരുന്ന ദ്രവീഡിയരൊക്കെ ഒരേ വംശക്കാർ പണ്ട് ദ്രവീഡിയരായാലും ആര്യന്മാരായാലും ഒക്കെ കുടിയേറിയവർ തന്നെയായിരുന്നു. ഇങ്ങനെ ജനിതകമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയ വളരെയേറെ സംസ്കൃത ചിത്തരായിരുന്നിരിക്കാവുന്ന, തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ അടയാളങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം. നമ്മുടെ പാരമ്പര്യം ജാതീയതയല്ല, നമ്മുടെ പാരമ്പര്യം ചാതുർവർണ്ണയമല്ല, നമ്മുടെ പാരമ്പര്യം മതവിഭാഗീയതയല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ കാലത്തെ ഈ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് കൂടി ഈ പെരുമലയിലൂടെ, ഈ ചരിത്രത്തിലൂടെ നമ്മളൊരു പിന്നടക്കം നടക്കുന്നുണ്ട്. അതിലേക്ക് അദ്ദേഹം എത്തുന്നില്ലെങ്കിൽ പോലും, ഈ പറഞ്ഞ 5ാം നൂറ്റാണ്ടിന് മുമ്പുള്ളതിലേക്ക് എത്തുന്നില്ലെങ്കിൽ പോലും ഞാൻ വായിച്ചത് ആ രീതിയിലാണ്. ആ ഒരു നന്മയാണ് ഈ ഒരു കിഴാള മനുഷ്യരിൽ നമുക്ക് കാണാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പിന്നടക്കം എന്നെ സംബന്ധിച്ച് കേരള ചരിത്രത്തിലൂടെ ഉള്ള പിന്നടക്കമായിരുന്നു. അതൊരു പ്രതിരോധം കൂടിയായിരുന്നു. ഈ ഒരു പ്രതിരോധം തന്നെയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നുകൂടി. ചടങ്ങിൽ പാരമ്പര്യ വൈദ്യൻ കൂടിയായ നോവലിസ്റ്റ് കെ.വി. ജനാർദ്ദനനെ ആദരവും നൽകി. മാണിയമ്മ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു 6 മാസം ഗർഭിണിയായ വീടുണ്ട് എന്നറിഞ്ഞാൽ ആ വീട്ടിൽ പോകും. ഇന്നും ഇവിടെ മാക്സിയെല്ലാം അന്ന് മുണ്ടെടുക്കും. ആ മുണ്ടെടുത്ത് സ്ത്രീയുടെ വയറിൻ്റെ മേലെ മാണിയമ്മ കൈയോടും എല്ലാം ഒഴിഞ്ഞതിന് ശേഷം മാണിയമ്മ പറയും, നിന്റെ വയറ്റിലെ കുഞ്ഞിൻ്റെ വീട് നിന്റെ പുരുവിൻ്റെ അതേ വീടാണെന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല. വയറ്റിലെ കുഞ്ഞിൻ്റെ വീട് പറഞ്ഞ മുഖം നിന്റെ ഭർത്താവിൻ്റെ അതേ മുഖമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ജനിക്കാൻ പോകുന്ന കുട്ടി ആണാണെന്നാണ്. ചില സ്ത്രീകൾ പെണ്ണുങ്ങളുടെ വയറ് തടയിട്ട് മാനിയമോ പറയും, നിന്റെ വയറ്റിലെ കുഞ്ഞിൻ്റെ വീട് നിന്റെ അമ്മയുടെ അതേ വീടല്ലേ എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന കുട്ടി പെണ്ണാണെന്നാണ്. മാണിയമ്മയുടെ സ്കാനിങ് ഇതുവരെ തെറ്റിയിട്ടില്ല. ഇതുവരെ പ്രസവിച്ചു കഴിഞ്ഞാൽ പൊക്കിൽ കൂടി അറുത്തിട്ട് മാണിയമ്മ കൊണ്ടുപോകും. അത് വരികിൻ്റെ താഴെ ഈർക്കിൽ കെട്ടി തൂക്കി ഉണക്കി പൊടിച്ചത് ഉറുക്കിലാക്കി മറ്റൊരു മരുന്നാക്കി കുട്ടിക്കെല്ലാം അവർ ഉപയോഗിക്കും. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.